ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-25 അധ്യയന വർഷത്തേക്കുള്ള LBS കേരള വിവിധ പാരാമെഡിക്കൽ കോഴ്സുകളോട്ടും അതേപോലെ തന്നെ BSc നഴ്സിംഗ് കോഴ്സിലോട്ടും അഡ്മിഷന് അപേക്ഷ കൊടുത്ത് വെയിറ്റ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ LBSൻ്റെ ഈ വർഷത്തെ കോഴ്സിന് അഡ്മിഷൻ തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വിശദമായി വീട്ടിൽ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനലുകൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കേരള LBS സെൻറ്റർ വിളിച്ച BSc നഴ്സിംഗ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സിന് ഈ വർഷവും ഒരുപാട് വിദ്യാർത്ഥികളാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളത്. നേരത്തെ വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് എക്സാം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അത് മാറ്റിയിട്ട് ഈ വർഷവും വിദ്യാർത്ഥികളുടെ +2 മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി അപേക്ഷകർ കൂടിയിട്ടാണുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഇനി അങ്ങോട്ടുള്ള ഓരോ സ്റ്റേജിലും വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് അപേക്ഷ ഫീസ് കൊടുത്ത് അപേക്ഷ ക്ലിയർ ആക്കിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും വെരിഫൈ ചെയ്തിട്ടുള്ള ഡാറ്റ, അതായത് നിങ്ങൾ ഒന്നാമത്തെ സ്റ്റേജ് നിങ്ങൾ അപേക്ഷ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും LBSൻ്റെ ഭാഗത്ത് നിന്ന് വെരിഫൈ ചെയ്യും. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ, നിങ്ങളുടെ ഡാറ്റ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യും. അതിനുശേഷം വെരിഫൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഡാറ്റ 28/6/2024 നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യും. അതിനായിട്ട് LBS സെൻറ്ററിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെരിഫൈഡ് ഡാറ്റ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കാം. അതായത് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ചില വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ക്ലിയറുള്ള ഡാറ്റ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാത്തവരുണ്ട്. അതേപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയവരുണ്ട്. കാരണം സർട്ടിഫിക്കറ്റ് അപ്ലോഡായി എന്ന് കരുതി പിന്നീട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ആക്കാത്തവരുണ്ട് ചിലർക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നിങ്ങൾ 28/2024 LBS കൃത്യമായിട്ട് ആപ്ലിക്കേഷൻസ്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് സ്റ്റാറ്റസിൽ കാണുവാൻ സാധിക്കുക. അതായത് പ്രധാനപ്പെട്ട രേഖകൾ ഇല്ല, അല്ലെങ്കിൽ അസാധുവാണ്, അല്ലെങ്കിൽ വ്യക്തമല്ല എന്നാണ് കാണുവാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും പ്രൊഫൈൽ 28/6/2024 പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആരുടെയെങ്കിലും പ്രൊഫൈലിൽ സ്റ്റാറ്റസിൽ എന്തെങ്കിലും അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ആ കോളത്തിലുള്ള ഏതാണ് സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ഏറ്റവും ക്ലിയറുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം, അപ്ലോഡ് ചെയ്തിരിക്കണം. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 5/7/2024. അപ്പോൾ 5/7/2024 നിലവിൽ വെരിഫൈ ചെയ്ത വിദ്യാർത്ഥികളുടെ ഡാറ്റ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് അത് കൃത്യമായിട്ട് വീണ്ടും മാറ്റിയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള സമയമാണ് 5/7/2024. പ്രധാനമായിട്ടും വിദ്യാർത്ഥികളുടെ മിസ്റ്റേക്കുള്ള സർട്ടിഫിക്കറ്റിൽ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നേറ്റിവിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. പല വിദ്യാർത്ഥികളും നേറ്റിവിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് തന്നെ മതിയാകും. കാരണം SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ബർത്ത് കാണിച്ചിട്ട് എവിടെയാണ് ബർത്ത് പ്ലേസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതിയാകും. അത്തരത്തിൽ ഏതെങ്കിലും വിദ്യാർത്ഥികളുടെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള SSLC ബുക്ക് തന്നെ അത് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഡാറ്റ വെരിഫൈ ചെയ്തതിന് ശേഷം അവിടെ സ്റ്റാറ്റസിൽ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്യുക. ഇനി അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. SSLC ബുക്ക് തന്നെ നിങ്ങൾ അത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മതിയാകും. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ വളരെ ക്ലിയറുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ, കാരണം കൃത്യമായിട്ട് അതിൻ്റെ PDFൻ്റെ സൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേ രീതിയിൽ അതേ സൈസിൽ കൃത്യമായ രീതിയിൽ നിങ്ങൾ മാറ്റി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. കാരണം നോർമലി വിദ്യാർത്ഥികളുടെ വെരിഫൈ ചെയ്തതിന് ശേഷം സർട്ടിഫിക്കറ്റ് ക്ലിയർ അല്ലാത്ത സർട്ടിഫിക്കറ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ് വരാറുള്ളത്. അതുപോലെ SC വിഭാഗക്കാർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും വിദ്യാർത്ഥി അത് അപ്ലോഡ് ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സ്റ്റാറ്റസിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാത്തത്, അത്തരത്തിലെ വിദ്യാർത്ഥികൾ, അതായത് +2 മാർക്ക് ലിസ്റ്റ് കിട്ടാത്തവർ ഹാൾ ടിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ അത് ചില വിദ്യാർത്ഥികൾ സ്കാൻ ചെയ്ത് ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് അത് റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് ക്ലിയറുള്ള സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന 5/7/2024 സ്റ്റാറ്റസിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾ, അതായത് 28/6/2024 പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി അതേപോലെ മറ്റു പ്രധാനപ്പെട്ട കാര്യം നോക്കാം. അതായത് ഈ പറയുന്ന 5/7/2024 വിദ്യാർത്ഥികളുടെ സ്റ്റാറ്റസിൽ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതവിടെ കാണിക്കും. അത് നിർബന്ധമായിട്ടും 5/7/2024 നിങ്ങൾ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അടുത്ത ഘട്ടത്തിൽ
ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് വിദ്യാർത്ഥികൾ ആവശ്യമായിട്ടുള്ള എഡിറ്റ്, അത് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ 5/7/2024 അപ്ലോഡ് ചെയ്തതിന് ശേഷം അടുത്ത ഘട്ടം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പബ്ലിക്കേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ്. അപ്പോൾ പബ്ലിക്കേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ് നേരത്തെ തീരുമാനിച്ച പ്രകാരം 8/7/2024 പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അത് ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനേക്കാൾ നേരത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിലേ ആവുകയാണെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികളെ നമ്മുടെ ഈ ചാനൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും പബ്ലിക്കേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ്, അതായത് LBSൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകുവാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന ഗവൺമെൻറ് അതേപോലെ തന്നെ എയ്ഡ്, സെൽഫ് ഫിനാൻസ് കോളേജിലോട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. പരമാവധി എല്ലാ ഗവൺമെൻറ് കോളേജിൽ തന്നെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വിദ്യാർത്ഥികൾ കൊണ്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റൊക്കെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റാണ് പ്രസിദ്ധീകരിക്കുക. അതിൻ്റെയും ഡേറ്റ് ഏകദേശം 15A ആണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് നിങ്ങൾക്ക് ഒഴിവാക്കുവാനും അതേപോലെ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് മുകളിലോ അല്ലെങ്കിൽ ഏറ്റവും ബാക്കിലോ അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഡേറ്റും 15-നും 16-നും ആയിരിക്കും. കൂടാതെ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് 17/7/2024 ഓക്കെ. അപ്പോൾ ഇത്രയും. ഇനി അതേപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെയും അതേപോലെ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെയും എല്ലാ ഡേറ്റും കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജൂലൈ ലാസ്റ്റോടുകൂടെ വിദ്യാർത്ഥികളുടെ LBSൻ്റെ ക്ലാസ്സുകൾ കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം 28/6/2024 വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. യൂസർ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഏതെങ്കിലും കോളത്തിൽ സ്റ്റാറ്റസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് അവിടെ എറർ കാണിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഏറ്റവും ക്ലിയറുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ മാറ്റി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് 5/7/2024 വരെ അതിന് സമയമുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ്, അതായത് നിങ്ങളുടെ ജസ്റ്റ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അടുത്തത് ഓപ്ഷൻസ് കൊടുക്കുന്ന ടൈമാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഓരോ ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ LBSൻ്റെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഫോളോ ചെയ്യുവാൻ വേണ്ടി ഉറപ്പെടുത്തുക. കാരണം പരമാവധി ഇത്തരത്തിലെ വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാൻ കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് LBSൻ്റെ ഭാഗത്തു നിന്നുള്ള അതായത് പാരാമെഡിക്കൽ BSc നഴ്സിംഗ് സംബന്ധമായിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.